1989 മുതൽ PCB സംസ്ഥാന തലത്തിൽ നടത്തിവരുന്നൊരു അവാർഡാണ്. അത് പെരിന്തൽമണ്ണയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങൾക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മാലിന്യ സംസ്കരണത്തിൽ മികവ് നിലനിർത്തി പെരിന്തൽമണ്ണ നഗരസഭ. മലിനീകരണ നിയന്ത്രണം, പരിസ്ഥിതി, ഊർജ, ജലസംരക്ഷണം എന്നിവയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ച് മികച്ച 2ാമത്തെ നഗരസഭയ്ക്കുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം പെരിന്തൽമണ്ണ നഗരസഭ കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന് തന്നെ മാതൃക തീർക്കുകയാണ്. ജലം, വായു മലിനീകരണ നിയന്ത്രണത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾക്കാണ് മികച്ച 2ാമത്തെ നഗരസഭയ്ക്കുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം പെരിന്തൽമണ്ണ നഗരസഭ കരസ്ഥമാക്കിയത്. കൂടാതെ ഊർജ സംരക്ഷണത്തിനും ജലസംരക്ഷണത്തിനും നടപ്പാക്കിയ പദ്ധതികൾ, സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പൊതുജനോപകാരപ്രദമായ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം മാനദണ്ഡമാക്കിയാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ വർഷത്തെ PCBയുടെ സംസ്ഥാനതല അവാർഡിൽ 2ാം സ്ഥാനം നഗരസഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. 1989 മുതൽ PCB സംസ്ഥാന തലത്തിൽ നടത്തിവരുന്നൊരു അവാർഡാണ്. അത് പെരിന്തൽമണ്ണയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങൾക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. 3 മേഖലകളായി തിരിച്ച് 3 മേഖലകളിലെ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് വായുവാണ്, പിന്നെ വെള്ളം, മണ്ണ്. ഈ 3നെ മലിനമാക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ള നഗരസഭ എന്ന നിലക്കാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ള നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ജൈവമാലിന്യം ശേഖരിച്ച് അതിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഏക നഗരസഭയാണ് പെരിന്തൽമണ്ണയിലേതെന്നും നഗരസഭാ ചെയർമാൻ P. ഷാജി പറഞ്ഞു. നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അനിവാര്യമാണെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ജൈവമാലിന്യം കളക്ട് ചെയ്ത് അത് വൈദ്യുതിയാക്കി മാറ്റി ആ വൈദ്യുതിയെ ആ പ്ലാന്റിൽ തന്നെ അതിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതാണ് നമ്മൾ അവാർഡ് ലഭ്യമാക്കുന്നതിൽ പ്രത്യേക പരിഗണനയായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വിഷയം. നല്ല മാലിന്യ സംസ്കരണ സംവിധാനമുള്ള നഗരസഭയാണ് നമ്മുടേത്. അതുകൊണ്ടാണ് നമുക്ക് സംസ്ഥാന പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. നമ്മളുമായിട്ട് സഹകരിക്കാൻ വീണ്ടും അവരായിട്ട് അഭ്യർത്ഥിക്കുക. മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നഗരസഭയെ തേടിയെത്തിയിട്ടുണ്ട്. പ്രതിദിനം 2000 കിലോഗ്രാം മാലിന്യം വൈദ്യുതിയാക്കി മാറ്റാനുള്ള ബയോശക്തി പ്ലാന്റ് നഗരസഭയിലുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റിലെ വെയിങ് മെഷീൻ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ഈ വൈദ്യുതി ഉപയോഗിച്ചാണ്. മാലിന്യത്തിനെ പോലും ഫലപ്രദമായി ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.